പ്ലീസ് എനിക്കൊരു ഉമ്മ താ. നിവർത്തിയില്ലാതെ ഗതി കേടുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ഉമ്മ കൊടുക്കേണ്ടി വന്നു. പലരിലും ഒരു വിചാരമുണ്ട്, എന്നിലുള്ള കാമം അടങ്ങിയിട്ടില്ല എന്നുള്ളത്. ഗീത, എനിക്ക് കുറച്ച് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് അയച്ചു തരുമോ? എനിക്ക് മാസ്റ്റർബേറ്റ് ചെയ്തിട്ടൊന്ന് കിടന്നുറങ്ങാനാണ്. എൻ്റെ വസ്ത്രം അഴിക്കാതെയും എൻ്റെ ശരീരം എനിക്ക് സംരക്ഷിക്കണമല്ലോ, അതുകൊണ്ട് മാത്രം എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇത് മീഡിയയിൽ പറയാൻ എനിക്കൊരു ഭയമുണ്ട്. നക്ഷത്രം കുറച്ച് കൂടിപ്പോയതുകൊണ്ട് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരുപക്ഷെ എൻ്റെ ഹസ്ബൻഡിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാതാക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കണം. ഇതിനു വേണ്ടി ശ്രമിച്ച വ്യക്തിയുടെ കൂടെ ഞാൻ കിടന്നു കൊടുത്താണെങ്കിൽ ഇന്നിപ്പോൾ ശ്രീഗീത നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടാവും. ഭാര്യ എന്നുള്ള പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ നോക്കാൻ സാധിക്കില്ല. ഡിവോഴ്സ് ഉറപ്പായേനെ. അപ്പം ഞാൻ വിചാരിക്കണത് അതൊരു ബ്ലെസ്സിങ് ആയി. അതുകൊണ്ട് എനിക്ക് എന്തായിച്ചാൽ എൻ്റെ പൊന്നാങ്ങളെയായിട്ടും എൻ്റെ മോനായിട്ടും ആ ഒരു 51 വയസ്സുള്ള വ്യക്തിയെ എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത്, അമ്മയായില്ല എന്നുള്ളത് എൻ്റെ വലിയൊരു ദുഃഖമാണ്. വിവാഹം എന്നുള്ളത് ഇങ്ങനെയുള്ളവർക്ക് മെഡിസിൻ അല്ല. പലരും ചിന്തിക്കുന്നുണ്ട് വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രോഗം മാറും എന്നുള്ളത്. അത് വെറും വിഡ്ഢിത്തന്നേ ഉള്ളൂ. അല്ലെങ്കിൽ 1-2 കൊടുക്കാനും വരുന്നില്ല. അതിജീവനത്തിൻ്റെ ഒരു മാതൃക കൂടിയായിട്ടുള്ള ശ്രീഗീതയാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഹായ് ശ്രീഗീത. നമസ്തേ. ഈ അടുത്ത് ആര്യ പാർവതി, നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് ആര്യ പാർവതിയുടെ കുഞ്ഞനിയത്തിയുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ രണ്ടാളും കൂടെ വന്നിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ ആ മനുഷ്യൻ അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു സന്തോഷമുണ്ട്. അന്ന് നിങ്ങളോടുള്ളൊരു ബഹുമാനം എനിക്ക് ഇരട്ടിച്ചു. അതുകൊണ്ടാണ് രണ്ടാമത് കാണണമെന്ന് ഞാൻ നിശ്ചയിച്ചത്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെയും കൂട്ടിയിട്ട് ഒരു ഫംഗ്ഷന് വരുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫംഗ്ഷന് വരണമെന്ന് എന്നെ തീരുമാനിച്ചത്? എന്തുകൊണ്ട്? അദ്ദേഹം തന്നെ ഇൻട്രസ്റ്റ് എടുത്തു വരാന്ന്. അപ്പം എനിക്ക് തോന്നി അത് വലിയൊരു, എന്നെ സമയത്തോളം നോക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതിൽ. ഞാൻ ഈ അടുത്ത് ജെ ബേബി എന്ന് പറഞ്ഞ് ഉർവശി ചേച്ചിയുടെ സിനിമ കാണുന്ന സമയത്ത് ഞാൻ ശ്രീഗീതയുടെ കാര്യം ആലോചിച്ചായിരുന്നു. ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു രോഗമാണ് ഒരു തരത്തിൽ. പക്ഷേ ചിലത് നമ്മളെ മറികടന്ന് പോവും. നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് ഒരു കാലഘട്ടത്തിൽ പേടിയായിരുന്നു കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് തന്നെ നമുക്ക് വലിയൊരു അഭ്യാസമായിരുന്നു. എങ്ങനെയാണ് ഒരു സ്കിസോഫ്രീനിയ രോഗിയെ മനസ്സിലാക്കിയെടുത്തത്? അസുഖം വരുമ്പോൾ വയലൻ്റ് തന്നെയാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നമ്മളുടെ എഫേർട്ട് നല്ലോണം വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടി വരും. അപ്പോൾ അവർ അനുസരിക്കും. എന്നാൽ പോലും പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കോൾ വരാറുണ്ട്. അവർക്കൊക്കെ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. അതിനൊരു സിസ്റ്റം വേണം എന്നാണ്. ഒരു ഫിസിക്കൽ ഇൽനെസ്, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു ഫ്ലാറ്റിൽ വെച്ചിട്ട്, എനിക്കാണെങ്കിൽ പോലും നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ വിളിച്ചാലും നമുക്ക് ആംബുലൻസ് റെഡിയാണ്. വേഗം അവരെത്തും. എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉള്ള, ചിലപ്പോൾ സിസ്റ്റേഴ്സിനെയോ ബ്രദേഴ്സിനെ തന്നെ വിട്ടു തരുന്ന രീതിയിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരെ എത്തി സ്ട്രക്ചറിൽ അവർ കൊണ്ടുപോകും. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഇങ്ങനെയുള്ള പേഷ്യൻസിന് അത് ഇപ്പോഴും വന്നിട്ടില്ല. നമ്മളിപ്പോഴും ഈ ഊളംപാറയും കുതിരവട്ടവും പോലുള്ള അതിൽ കുടുങ്ങി നിൽക്കുകയാണ്. പിന്നെ അതല്ലെങ്കിൽ എവിടെയാണ് കൊണ്ടുവിടാൻ പറ്റുക, തിരിച്ചു വരാൻ പറ്റുക. അതാണ് എല്ലാവരുടെ മൈൻഡിലും കൂടുതലും ചിന്തിക്കുന്നത് ആൾക്കാർ. ഒപ്പം നിന്ന് നോക്കി പരിചരിച്ച് അങ്ങനെ ഒരു മൈൻഡ് ഞാൻ അധികം ആരിലും കാണുന്നേ ഇല്ല. ഒരു നിയമവ്യവസ്ഥ തന്നെ ശരിക്കും അതിന് വേണ്ടി വരണം. സത്യത്തിൽ എന്നെ സമയത്തോളം 2007 വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2024 എനിക്ക് ആദ്യ കാലങ്ങളിൽ എത്തിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷെ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ കാറിൽ കയറിയിരുന്ന വ്യക്തിയാണ്. കാരണം എന്താ വെച്ചാൽ ആൾ കൃത്യമായിട്ട് നമ്മളുടെ ആരുടെയും സഹായം ഇല്ലാതെ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കും. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ലക്ക് അതായിട്ടാണ് ഞാൻ കാണുന്നത്. ഉപബോധ മനസ്സിൽ എനിക്ക് ഈ രോഗം ക്യൂറാവണം, സാധാരണ രീതിയിൽ ഞാൻ വരണം, അതിന് ഞാൻ മരുന്ന് കഴിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധ്യവും ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതാണ് ഇതിൽ. പക്ഷേ മറ്റ് കാര്യങ്ങളിൽ നേരത്തെ ചോദിച്ചതിൽ പലവരും മെഡിസിൻ കഴിക്കുന്നില്ല. മര്യാദയ്ക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിക്കും, 3-ാമത്തെ ദിവസം കഴിക്കില്ല. എൻ്റെ ഫാമിലിയിൽ പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ, നേരിട്ട് അനുഭവം കഴിഞ്ഞ ആഴ്ച പോലും 2 ദിവസം പോലും ഉണ്ടായി. ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്കൊന്നും പറ്റില്ല, ഞാനൊക്കെ 2 ദിവസം കൂടുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ മരുന്ന് കഴിക്കുള്ളൂ. പിന്നൊരു കാര്യമുള്ളത്, ഇവരെ നോക്കുക ആരും തയ്യാറല്ല.
എല്ലാവർക്കും ഇപ്പോഴും മാനസിക രോഗി അല്ലെങ്കിൽ മാനസിക രോഗമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ്. സമൂഹത്തിൽ വേറൊരാൾ അറിയരുത്, ഒളിച്ചു വെക്കണം. അതിപ്പോഴും മാറിയിട്ടില്ല. ഇനി മാനസിക രോഗമൊന്നുമില്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷമം വന്നു, ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം. സൈക്കാട്രിസ്റ്റിനെ അല്ല, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരാഴ്ച ഒരു തെറാപ്പിക്ക് എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ പോലും അതുപോലും രഹസ്യമായി വയ്ക്കുന്ന സമൂഹത്തിൽ നിന്ന് ഇത്രയും 2024 ഒരു മാറ്റവും വന്നില്ല. മരുന്ന് കൃത്യമായി കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. പക്ഷേ ചിലരൊക്കെ പല തരത്തിലുള്ള വാദങ്ങൾ പറഞ്ഞിട്ട് ഈ മരുന്നിനെ ആദ്യം അങ്ങ് ഒഴിവാക്കി വെക്കുക, ബാക്കിയുള്ള പരിപാടികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നടക്കില്ല. കാരണം ഇപ്പോഴുള്ള സയൻസിൽ കിട്ടാവുന്ന മരുന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്ത് വേണോ നിങ്ങൾ ആയിക്കോളൂ. പക്ഷേ ഇതാണ് ഫസ്റ്റ് പടി എന്ന് പറയുന്നത്. ശ്രീഗീത സംസാരിക്കുമ്പോൾ എൻ്റെ മകനെ പോലെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെയും ശ്രീഗീത മരുന്നിനെ തള്ളി പറയുന്നില്ല. അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം. മരുന്ന് മസ്റ്റാണ്. മരുന്ന് ഡോക്ടർ പറയുന്ന സമയത്ത് ഡോക്ടറെ അടുത്തുള്ള വിസിറ്റ്. പക്ഷേ പലവരും മരുന്ന് കറക്റ്റായി കഴിക്കുന്നില്ല. നാവിൻ്റെ അടിയിൽ വെക്കും, കഴിച്ചു എന്ന് വിചാരിക്കും, ഇപ്പുറത്തെടുത്ത് തുപ്പിക്കളയും. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, ഒരു പക്ഷേ രോഗിയുടെ ഉപബോധ മനസ്സിൽ എനിക്ക് ഈ രോഗം മാറണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ച കാര്യമാണ് തുറന്നു പറയുന്നത്. രണ്ടാമത്തെ കാര്യം, വീട്ടിലുള്ളവർ വിചാരിക്കണ്ടാവും, എന്തോ ആവട്ടെ, കഴിച്ചാൽ എന്ത് കഴിച്ചില്ലെങ്കിൽ എന്ത്, ഒരു റൂമിൽ അവനെ ഇടാലോ, അവൻ്റെ പാട് നോക്കി അവൻ അല്ലെങ്കിൽ അവളുടെ പാട് നോക്കി അവൾ ആ റൂമിൽ ഇരുന്നോളുമല്ലോ. ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് തുറന്നു പറയാം പാരൻസിനും ഉണ്ട് പലവർക്കും. എനിക്ക് വരുന്ന കോളിൽ പകുതി മുക്കാൽ പേർക്കും ഒന്നുമില്ലെങ്കിൽ ഡിവേഴ്സിന് എന്താ വഴി, അല്ലെങ്കിൽ എവിടെ കൊണ്ടുവിടാം, ഇതാണ് ചോദ്യം. ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് നാൾ മരുന്ന് കഴിച്ചാൽ മാഡം നമ്മുടെ കൂടെ ഇരുത്താൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെയും മനസ്സിനൊരു സന്തോഷമാണ്. അവർക്ക് അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ മാറ്റാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മളോട് ചോദിക്കണമെന്ന് പറയാം. അവിടെയാണ് ഈ ശ്രീഗീത പറയുന്നത് എൻ്റെ മകനെ പോലെയാണെന്ന് പറയുന്നത്. നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോയാൽ ഈ വിവാഹം കഴിയുന്ന സമയത്ത് എപ്പോഴാണ് ശരിക്കും ഇദ്ദേഹം രോഗിയാണെന്ന് മനസ്സിലാക്കുന്നത്? സ്കീസോഫ്രീനിയ രോഗിയാണെന്ന് മനസ്സിലാക്കുന്നത് 2010 മേജർ റിലാപ്സ് വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുവരെയും ഡിപ്രഷനുണ്ട്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ പാരൻസിനോട്, അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നു, ഒരിക്കലും ഡിപ്രഷൻ മാത്രമല്ല, സംതിങ് റോങ്, വേറെ എന്തോ ഒന്നുകൂടി ഉണ്ട്, ഞാൻ കൊണ്ടുപോവുകയാണ് ഡോക്ടറെ അടുത്ത്. അങ്ങനെ കോണ്ടാക്ട് ചെയ്താൽ മനസ്സിലാവും. അമൃതയിലെ ഡോക്ടർ സീനിയർ MB ദിനേശ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഇത് ഡിപ്രഷനല്ല, സ്കീസോഫ്രീനിയ ആണ്, കറക്റ്റ് മെഡിക്കേഷൻ വേണം. പക്ഷേ ഗീതയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഗീത അന്നത്തെ എൻ്റെ പ്രായം ഇതല്ലല്ലോ, കണക്കിലെടുക്കണ്ടേ, അതൊന്ന് മനസ്സിരുത്തു, ചർച്ച ചെയ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടാമത് പറഞ്ഞത് തിരിച്ചെടുക്കണം, അതിലേക്ക് ഞാനില്ല. അന്ന് എത്ര വയസ്സായിരുന്നു? വിവാഹം കഴിയുമ്പോൾ 24 വയസ്സ്. പക്ഷേ ഈ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോൾ 26-27 വയസ്സാണ് എനിക്ക്. എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, സമ്മതിച്ചു. എൻ്റെ അമൃത എക്സ്പീരിയൻസിലും എൻ്റെ ഈ ഒരു പ്രായത്തിലും ഒത്തിരി പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി നോക്കുന്നത് എന്തായാലും തൊഴാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് എനിക്ക് പേഴ്സണൽ മൊബൈൽ നമ്പർ തന്നെ തന്നു. അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെ സമയത്തോളം വേറെ എവിടെ നിന്ന് നമുക്കൊരു വെളിച്ചം വരാനില്ല. അന്ന് ഈ ചെറിയ പ്രായത്തിൽ ഡിവോഴ്സ് വേണ്ടാന്ന് തീരുമാനിക്കുന്നു. അച്ഛനും ഒക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം എല്ലാവരുടെയും ചോദിക്കാതെ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിക്കുമായിരുന്നു ഡിവോഴ്സ് വേണ്ടാന്ന്. അതെ, ആരോടും ചോദിച്ചില്ല, ഡോക്ടർ തന്നെ പറഞ്ഞു ചെയ്യല്ലേ. ഒരിക്കലും ഇല്ല. എൻ്റെ ഒരു ആങ്ങളെയാണെങ്കിൽ, എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, എൻ്റെ മകനാണെങ്കിൽ, എൻ്റെ ആങ്ങളെയാണെങ്കിൽ, ഈ 2 വാക്കാണ് എൻ്റെ വായിന്ന് വന്നത്. ഞാൻ ഉപേക്ഷിക്കുമോ സാറേ? ഒരിക്കലുമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്ന വാക്ക്, എൻ്റെ കണ്ണും എൻ്റെ കൈയും എത്തുന്ന ദൂരത്ത് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നവരെ സേഫാണ് ഞാനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു? അതിലൂടെയാണോ ഈ പറയുന്ന ബന്ധത്തിലേക്ക് വന്നത്, ഇല്ലെങ്കിൽ എന്ത് തരത്തിലാണ് ഈ മനുഷ്യനായിട്ടൊരു കണക്ഷൻ വരുന്നത്? വിവാഹം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിനെ ആർക്കും വേണ്ട എന്നുള്ളൊരു രീതിയാണ്. അതായത് ഭ്രാന്തൻ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്, അവൻ ഭ്രാന്തനല്ലേ, അവന് തലയ്ക്ക് സുഖമില്ലാത്തതല്ലേ,
എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അച്ഛനായാലും അമ്മയ്ക്കായാലും ഗൾഫിലുള്ള ബ്രദറിനായാലും. എന്ത് ഇൻസിഡന്റ് വന്നപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? പ്രോപ്പർട്ടിയുടെ കുറച്ച് ഇൻസിഡൻറ്റ്. അച്ഛൻ വില്ല് എഴുതി വെച്ചു. മോന് വില്ലില്ല, നിനക്കില്ല എന്ന് പറഞ്ഞിട്ട് മകനെ വിളിച്ചു പറഞ്ഞു. വിളിച്ച് പറയേണ്ടിയിരുന്നില്ല, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നീട് മനസ്സിലാക്കിക്കോളുമല്ലോ. അന്നും ഈ ഹൈക്കോർട്ടിലായിരുന്നു ജോലി. ഇത് പറഞ്ഞോടുകൂടി ആൾക്ക് ടെൻഷൻ കൂടി, റിലാപ്സിലേക്ക് എത്തി. പിന്നെ ഞാൻ 15 lakh ലൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാനും അച്ഛനും. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയം വരും. വെള്ളമൊക്കെ കുടിക്കണം കണ്ടു കഴിഞ്ഞാൽ 2-3 ജഗ്ഗൊക്കെ വെള്ളം കുടിക്കും നിന്ന നിപ്പിൽ. അപ്പം തന്നെ പിന്നെ കണ്ണിങ്ങനെ ഇമ ചിമ്മിക്കൊണ്ടേയിരിക്കും. 9-ാം തീയതി ആയപ്പോൾ എന്നെ കോടതിയിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങനെയൊന്നും പറയാത്ത മോശം ഒരു വാക്ക്, ഒരാളെക്കുറിച്ച് മോശം ഒരു കാര്യം പറയുക, ഇതൊന്നും ചെയ്യാത്ത വ്യക്തി അവിടെ പൊതു സ്ഥലത്ത് വെച്ച്, ഹൈക്കോർട്ടിൽ വെച്ച്, ജോലി സ്ഥലത്ത് വെച്ചിട്ട് വളരെ മോശമായിട്ട്, ഇനി എന്നെക്കുറിച്ച് പറയാൻ ഇനിയുള്ള തെറികളുടെ ബാക്കിയില്ല. ഒരു നവംബർ 11 ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരുന്നുമ്പോൾ പെട്ടെന്ന് ഫോൺ വരികയാണ്. അച്ഛൻ എപ്പോൾ വരണം? ഞാൻ കല്ലടിക്കോട് എത്തിയിട്ടുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ കൊല്ലാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അച്ഛൻ വരുമ്പോൾ ഞാൻ വീണ് കിടക്കുകയാണെങ്കിൽ, മരിച്ചു കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്, എന്നെ അവർ കൊല്ലും, ഉറപ്പാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ വരണം, ഇതാണ് പറയണത്. അവിടെ എത്തിയപ്പോഴേക്കും ദാ വരണു, എൻ്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം ലൂട്ട് ചെയ്ത കള്ളനും കള്ളിയും. അങ്ങനെ തിരിഞ്ഞു നമ്മളിലേക്ക്. അയ്യോ, അപ്പം ആകെ നമുക്ക് വിഷമായി. നമ്മളങ്ങനെ ഒരു സമ്മതി ഉണ്ടായിട്ടില്ലല്ലോ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ ആംബുലൻസ് വരാൻ പറഞ്ഞ് ഈ തോട്ടം തൊഴിലാളികൾ തന്നെ ആംബുലൻസിൽ കയറി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നു. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ചാൻസ് എനിക്ക് തരണം അച്ഛനും, ഞങ്ങൾക്ക് കയറി കാണണം ക്യാബിനിൽ എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിനോട് സംസാരിച്ചത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഡിസ്ചാർജ് എഴുതി തരട്ടെ? തീർച്ചയായിട്ടും. അപ്പോൾ ഉടനെ ചോദിച്ചു, എവിടെ കൊണ്ടുപോകും? എലൈറ്റിൽ മോഹൻദാസ് സാറില്ലേ, പ്രകാശങ്കളുടെ ഹോസ്പിറ്റലല്ലേ, എലൈറ്റിൽ മോഹൻദാസ് സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. പിന്നെ എപ്പം മുതലാണ് ശരിക്കും സഹകരിച്ചു തുടങ്ങിയത് നമ്മളെടുത്ത്? അത് ഈ 2010 വീണ്ടും ECT കഴിഞ്ഞ് 5 ECT ആണ് എഴുതിയത്. നമ്മൾ പറഞ്ഞു ഓൾറെഡി 20 ECT പണ്ട് കാലത്ത് ടീനേജിൽ 21 വയസ്സാകുമ്പോഴേക്കും 20 ECT കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ 5 ECT ഡോക്ടർ അന്ന് എഴുതി. അപ്പോൾ ഞാനും അച്ഛനും പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ടോളറേറ്റ് ചെയ്തോണ്ട് 5 എണ്ണമൊന്നും എടുക്കണ്ട. അങ്ങനെ 3 എണ്ണം എടുത്തു. 2 എണ്ണം നമ്മൾ. അപ്പോൾ ഡോക്ടർക്ക് നമ്മളിൽ കൂടുതൽ വിശ്വാസം വന്നു. ഇവരെന്തായാലും ഈ പേഷ്യൻ്റ്, എൻ്റെ രോഗിയെ ഇവർ സേഫായിട്ട് നോക്കും. അങ്ങനെ കുറേ കാലം മരുന്ന് കഴിച്ച് അങ്ങനെ ഭേദമാകുമ്പോൾ വീണ്ടും കല്ലടിക്കോട് നിന്ന് വിളി വരും. അതേ, ഞാൻ വില്ല് എഴുതി കേട്ടോ, ലച്ചുവിനും, അതായത് അവരുടെ പേരക്കുട്ടിക്കും വേറൊരു പേരക്കുട്ടിയുണ്ട്, അതായത് മോൻ്റെ പേരക്കുട്ടിക്കും എഴുതി വെച്ചു കൊണ്ട്. അപ്പോഴും ഈ മകനില്ല. അപ്പോൾ പിന്നെയും മകന് പ്രശ്നം. പിന്നെയും നമ്മൾ പാക്ക് ചെയ്ത് വെച്ച ബാഗുമായിട്ട് വീണ്ടും പോവുക, അഡ്മിറ്റ് ആവുക. അപ്പോഴും ഉള്ള ഒരു ബ്ലെസ്സിങ് എന്താ വെച്ചാൽ, ഈ പറഞ്ഞ മാതിരി മരുന്ന് കൃത്യമായിട്ട്, അതിനി തല പോണ പ്രശ്നം, ഒരു മരണ വീടായാലും ശരി, ഒരു ജനിച്ച വീടായാലും ശരി, എവിടെ മൂപ്പരെ കൊണ്ടുപോയാലും മരുന്ന് മൂപ്പര് കൃത്യമായിട്ട് കഴിക്കും. എനിക്ക് വന്ന മിക്ക ഫോൺ കോളിലും കംപ്ലൈൻറ്റ്, മരുന്ന് കഴിക്കുന്നില്ല, ഞങ്ങൾക്ക് മരുന്ന് കഴിപ്പിക്കാൻ പാടുപെടുന്നു, ഇതാണ്. പക്ഷേ വലിയൊരു അനുഗ്രഹം, മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് 2017 ആകുമ്പോഴേക്കും ആള് ശരിക്കും ഒരു നോർമൽ ആയിട്ടുള്ളൊരു വ്യക്തിയായി മെല്ലെ മാറി തുടങ്ങി. ഇതിനിടയ്ക്കൊക്കെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു? പിന്നെ ജോലിക്ക് പോകുന്നുണ്ട്. ഈ രോഗം ജോലിയെ ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ ഉപബോധ മനസ്സിലുണ്ട്, ഈ ജോലി ചെയ്താലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈ പൊസിഷൻ, നല്ല നിലയിൽ എത്തണം എന്നുള്ള ഒരു എയിം ആളുടെ ഉപബോധ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മരുന്ന് കഴിക്കാതിരിക്കില്ല. പക്ഷേ പിന്നെ ഡ്രഗ്സ് ഇല്ല, സ്മോക്കിംഗ് ഇല്ല. ഇതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഈശ്വര അനുഗ്രഹമാണ്. അതൊക്കെയാണ് ഇപ്പം കാണുന്ന നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ കൂടെ ഇരുത്തി നടത്തി കൊണ്ടുപോകുന്ന വ്യക്തിയായി
മാറിയത്. ഈ സമയത്തൊക്കെ ചെറുപ്പക്കാരിയാണ്, ഭർത്താവ് ഇങ്ങനെയാണെന്നുള്ള ചുറ്റുപാടുള്ളവർക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനെന്ന വ്യാജേന വരുന്നവരോ അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി വരുന്നവർക്കൊക്കെ ഇങ്ങനെ ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന് അറിയാം. അപ്പോൾ ശ്രീഗീതയെ പോലൊരു പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ വരും, ചിലർക്ക് അത് ഒരു മുതലെടുക്കാൻ വേണ്ടിയിട്ട് വരും. മുതലെടുക്കാനാണ് കൂടുതൽ, സഹായം ഉണ്ടായിട്ടില്ല, മുതലെടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നേരിട്ടതെന്നുള്ളതാണ്. അതായത് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ തന്നെ ഒരു ദിവസം അവരുടെ ബ്രദറിന് ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു അവസ്ഥ നടക്കുന്ന കാലം. അപ്പോൾ അമൃതയിൽ 1-2 ചെക്കപ്പ് ഉണ്ട്, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ആ സമയം ഗ്യാപ്പ് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ വരട്ടെ. ഞാൻ പറഞ്ഞു പിന്നെന്താ, എത്ര പ്രാവശ്യം വന്നിട്ടുള്ളതാ, മക്കളെ കൊണ്ടും ഒക്കെ വന്നിട്ടുള്ളതല്ലേ, നമ്മൾ നല്ല കൂട്ടല്ലേ, ഒരു ഫാമിലി പോലെ കഴിയുന്നതല്ലേ, എന്തിനാ അങ്ങനെ ചോദിക്കണം? എൻ്റെ ഒരു ഏട്ടൻ, എൻ്റെ വല്യച്ഛൻ്റെ മോൻ വരണ്ടെങ്കിൽ ഞാൻ വരണ്ടാന്ന് പറയുമോ? വന്നോളാൻ പറഞ്ഞു. ഞാൻ ടാങ്ക് കലക്കി കൊടുത്തു. അപ്പോൾ ശശേട്ടൻ കിടക്കുന്നത് ഹോളിലൊരു കട്ടിലിട്ട് അവിടെ ഒരു AC വെച്ചിട്ട് അവിടെയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഹോൾ. നമുക്ക് 501 ഞാൻ വരാമായി എനിക്ക് 501 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റാണ്. അപ്പോൾ കുഞ്ഞതാണെന്ന് അറിയാലോ. അപ്പോൾ അത് അവിടെ ചെയറിൽ അദ്ദേഹം ഇരുന്നു. അപ്പോൾ ഞാൻ ടാങ്ക് ശേഷം കുടിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കുടിച്ചു കഴിഞ്ഞത് ആളുടെ നിറം ഇങ്ങോട്ട് മാറി. ആൾ വന്ന് ചേർന്ന് എണീറ്റിട്ട് ബെഡിൽ വന്നിരുന്നു. പിന്നെ എന്നെ ബെഡിലേക്ക് പിടിച്ച് കിടത്താനുള്ള ശ്രമമായി. പ്ലീസ് എനിക്കൊരു ഉമ്മതാ. പിന്നെ എന്നെ ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കുകയാണ്, നിവർത്തിയില്ലാതെ ഗതി കേടുകൊണ്ട്. എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എന്നെ അദ്ദേഹം യൂസ് ചെയ്യും എന്നുള്ളൊരവസ്ഥ എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഉമ്മ കൊടുക്കേണ്ടി വന്നു, എൻ്റെ ഗതികേടിന് വേണ്ടിയിട്ട്. അതായത് എൻ്റെ ശരീരം, എൻ്റെ വസ്ത്രം അഴിക്കാതെയും എൻ്റെ ശരീരം എനിക്ക് സംരക്ഷിക്കണമല്ലോ, അതുകൊണ്ട് മാത്രം എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒരു അമ്പലത്തിൽ നവരാത്രി സമയത്ത് കുട്ടികൾക്ക് എഴുത്തിനിരുത്തുണ്ട് എന്നുള്ള വിവരം ആധികാരികമായിട്ട് പോസ്റ്റർ അച്ഛൻ അയച്ചു തന്നു എനിക്ക് വാട്സപ്പിൽ. ഉടനെ ഞാൻ ആ അമ്പലത്തേക്ക് വിളിച്ചു. ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്. ദേവസ്വം ബോർഡിലെ നമ്പർ എനിക്ക് തരണം, അല്ലെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ നിലവിലുള്ള പ്രസിഡൻറ്റോ സെക്രട്ടറിയോ കമ്മിറ്റി ഉണ്ടാവുമല്ലോ, നമ്പർ തരണം പറഞ്ഞു. തന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചിറ്റൂർ തെക്കരക്ക് ഗ്രാമത്തിലുള്ള രാമേന്ദ്രൻ്റെ മോളാണ്, ഭാഗവതാചാര്യൻ്റെ. എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് എന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. നിങ്ങൾ അങ്ങനെ നിർബന്ധം പിടിച്ചിട്ട്, ഇപ്പോഴത്തെ ഭരണം നിർബന്ധം പിടിച്ച് അദ്ദേഹത്തിനെ ഇരുത്തുകയാണെങ്കിൽ ഞാൻ അടുത്ത വണ്ടിക്ക് അവിടെ വന്ന് നിരാഹാരം ചെയ്യും. പാലക്കാട് കളക്ടർക്ക് ലെറ്റർ കൊടുത്തിട്ട് എന്ത് വേണം തീരുമാനിച്ചോളാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് ഞാൻ പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, നാണുണ്ടോ, നിർത്തിക്കൂടെ ഈ പരിപാടി? എങ്ങനെ, എന്ത് മനസ്സോടുകൂടിയാണ് നിങ്ങൾ കുരുന്നുകൾക്ക് ആദ്യ അക്ഷരം കുറിക്കുക? അതിനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു. ഈ ഭർത്താവിൻ്റെ വീട്ടിലുള്ള സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ എങ്ങനെ വെച്ചാൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം പെൺകുട്ടിയുടെ വീട്ടിലാണ്. അത് കഴിഞ്ഞ് പിറ്റേന്നാണ് ഞങ്ങൾ കല്ലടിക്കോട് പോയത്. അന്ന് ഉത്രാടം ദിവസം അവിടെ പോയി. രാവിലെ ഒരു 6 മണിയായപ്പോൾ സത്യം പറയണമെങ്കിൽ തുണിയൊക്കെ അവനവൻ്റെ ദേഹത്തുണ്ടായിരുന്നു, തുറന്നു പറയാലോ. നോക്കിയാൽ ആർക്കും ഒരു സീനും കാണില്ല. പക്ഷെ എന്നാലും അരുതല്ലോ, ഒരു ജനൽ അവിടുത്തെ വെറുതെ ഇങ്ങനെ അടയ്ക്കാനേ പറ്റുള്ളൂ, അതിൻ്റെ ഹുക്ക് ഇടാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ബ്ലാങ്കറ്റ് ഇങ്ങനെ മുഖത്തുനിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ ജനലിൽ കൂടെ ഒത്തി നോക്കണു. ഹസ്ബൻഡിൻ്റെ അച്ഛൻ. എൻ്റെ ഫാദറിലോ. അയ്യോ കൃഷ്ണ, ഞാൻ ആകെ നെട്ടിപ്പോയി. പല്ലൊന്നും തേച്ചില്ല, പുറത്തിറങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ അച്ഛാ, എന്ത് പറ്റി, എന്താ നോക്കിയത്? ഇതെന്നെ ചോദിച്ചു. ഇതെൻ്റെ വീടാടി ചേട്ടേ, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും, നീ ആരാ ചോദിക്കാൻ? സെക്കൻഡ് ഡേ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വായിന്ന് കിട്ടിയ ഉത്തരം. അതൊരു പക്ഷേ ഈ പുള്ളിക്ക് അസുഖം ഉണ്ടെന്നും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി ആയിരിക്കും. എന്തായാലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എങ്ങനെ ആയാലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. തെറ്റന്നെയാണ് അദ്ദേഹം ചെയ്തത്. അതെനിക്ക് ബോധ്യമായത് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഇദ്ദേഹം വീട്ടിലത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഞാനൊരു 10 ദിവസം കല്ലടിക്കോട് കൊണ്ട് നിർത്തട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിവരം അറിയിച്ചു. ഞങ്ങൾക്കിപ്പോൾ വായനയൊന്നുമില്ല, ധൈര്യമായിട്ട് നീ 10 ദിവസം വന്ന് നിന്നോ, അച്ഛനും അമ്മയും ചിറ്റൂരുണ്ട്, ധൈര്യമായിട്ട് വന്ന് നിന്നോ പറഞ്ഞു. അങ്ങനെ അവർ തന്നെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ട്രെയിനിൽ
കൊണ്ടുപോയി കല്ലടിക്കൂടാക്കി. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും പോയി. ഞാൻ അവിടെ നിന്നു. മുകളിലാണ് എൻ്റെ ബെഡ്റൂം. 1 മണിയായപ്പോൾ വാതിൽ തട്ടുന്നു. ചോദിച്ചു ആരാ ചോദിച്ചു. അപ്പോൾ എന്നെ ഇദ്ദേഹം റാണിന്ന് വിളിക്കുന്നത് അപൂർവ, ചേട്ടേന്നേ വിളിക്കുള്ളൂ. തുറക്ക് വാതിൽ എന്ന് പറഞ്ഞു. അപ്പം എന്തിനാന്ന് ചോദിച്ചു. ഇപ്പം സമയം ഞാൻ വേഗം എൻ്റെ വാച്ചെടുത്ത് നോക്കിയപ്പോൾ സമയം രാത്രി 1 മണി. ഞാൻ പറഞ്ഞു അച്ഛാ രാവിലെ ആവട്ടെ, ഞാൻ തുറന്നോളാം, ഞാൻ നല്ല ഉറക്കത്തിലാണ് പറഞ്ഞു. അല്ല എനിക്ക് ചുടുവെള്ളം ഇടണം. ഞാൻ പറഞ്ഞു അത് 6 മണിക്കല്ലേ. അപ്പുറം നിന്നുള്ള സംഭാഷണമാണ്. നീ തുറക്ക്. ഞാൻ തുറക്കില്ല, 6 മണി ആവട്ടെ, ഞാൻ ഓൺ ചെയ്തോളുണ്ട് ഗീസറിൻ്റെ എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ തുറന്നില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു എന്നോട്. അങ്ങനെ 2 ഇൻസിഡൻറ്റ് ഉണ്ടായി. 3-ാമത്തെ ഇൻസിഡൻറ്റ് ഹസ്ബൻഡ് ഉള്ള സമയത്ത് തന്നെ മൂപ്പര് താഴെ നടക്കണ ആള് മുകളിൽ ഉള്ള ബാൽക്കണിയുടെ അവിടെ ഫുള്ളായിട്ട് ടെറസ് ഉണ്ട്, അതിൽ കൂടെ നടക്കുന്നു. അന്നത്തെ ഒരു ദിവസം എന്താണ് ഉദ്ദേശം എന്നുള്ളത് പിന്നെ മനസ്സിലായത്. ഞാൻ ടോയ്ലറ്റ് പോയി കഴിഞ്ഞ് ഫ്ലഷ് ചെയ്ത് ഡ്രസ്സ് ഉണ്ട് കേട്ടോ, കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് ഇങ്ങനെ അഴിക്കാൻ പോകുമ്പോൾ വിൻഡോ കെയിൻ ഉണ്ടല്ലോ, എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടില്ല. നോക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കണു. ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ആ സമയത്ത് ശശേട്ടൻ്റെ അടുത്ത് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. ശശേട്ടാ ഞാൻ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിടുകയാണ്, ശശേട്ടൻ ഇവിടെ നിൽക്കണം, എന്നാലേ എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ലച്ചുവിൻ്റെ ബാത്റൂമിൽ പോയി കുളിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തേന്ന് ചോദിച്ചു. അച്ഛനെത്തി നോക്കണു, മകൻ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാത്രി. അപ്പം ഇതൊന്നും ഞാൻ വീട്ടിൽ അറിയിക്കുന്നില്ല കേട്ടോ. പിന്നെ കറക്റ്റ് 10 ദിവസത്തിനുള്ളിൽ മനസ്സിലായി ഈ മോനെ അവർക്ക് വേണ്ട. മകനെ കുറിച്ചിട്ടുള്ള ഒരു വർത്തമാനോ, മകൻ അവിടെ അങ്ങനെ ഒരു വ്യക്തി അവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ കുടുംബത്തിലെ ആണ് എന്നുള്ള ഒരു തോന്നലേ എനിക്കുണ്ടായിട്ടില്ല. പടി അടച്ച് പിണ്ണം വെക്കുക എന്ന് പറയില്ലേ നമ്മൾ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. 10-ാമത്തെ ദിവസം കറക്റ്റ് ഹസ്ബൻഡ് വന്നു. ആ സമയത്താണ് ഈ സംഗതി നടക്കണത്, വിൻഡോ കെയിനിൽ കൂടെ നോക്കുന്നത്. ഞാൻ പറഞ്ഞു ശശി. അപ്പം എൻ്റെ തോറും ഞാൻ പറഞ്ഞു ശശേട്ടാ. അപ്പം ശശേട്ടൻ പറഞ്ഞു ഈ ഒരു അവസ്ഥ ഞാൻ അച്ഛനിൽ കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായി കാണുകയാണ്. എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അച്ഛൻ്റെ മോറൽ സൈഡാണ് ഏറ്റവും ബെസ്റ്റ്, ബാക്കി കുറുപ്പന്മാരിൽ വെച്ചിട്ട്. പുറമെ ആരെയും അറിയിക്കാതെ, അവരെ ബന്ധുക്കളെ പോലും ഫോൺ ചെയ്ത് വരുത്താതെ, ഒന്നും ചെയ്യാതെ, കാരണം മോൻ വരട്ടെ, 10 ദിവസം എന്നല്ലേ എന്നോട് പറഞ്ഞിരിക്കണത്. അങ്ങനെ ഞാൻ ഓട്ടോയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ശശേട്ടാ എനിക്ക് എല്ലാം മനസ്സിലായി, ശശേട്ടനെ അവർ പടിയടച്ച പിണ്ണം വെച്ചിരിക്കുകയല്ലേ ചോദിച്ചു. അപ്പം തലതാത്തി കരഞ്ഞു മൂപ്പര് കുറേ ഓട്ടോയിലിരുന്നിട്ട്. ഇത് ഞാൻ പറയാതെ നീ മനസ്സിലാക്കും അതിനുള്ള മെച്യൂരിറ്റി നിനക്കുണ്ട് എന്നുള്ളത് എനിക്ക് അറിയണത് കൊണ്ടാണ് 10 ദിവസം നിന്നെ ഞാൻ അവിടെ നിർത്തിയത്. പിന്നീട് കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചത് ശശിയേട്ടനെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ശശിയേട്ടന് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ആളുടെ യങ് ഏജിൽ തന്നെ ഒത്തിരി ECT കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു സാഹസം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം ഇവിടെ ഞാൻ പറയാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്താ വെച്ചാൽ അത്രയും സ്ട്രോങ് മെഡിസിൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തളർച്ചയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യവും വളരെ വ്യക്തമായിട്ട് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ വിരലിൽ എണ്ണാവുന്ന രീതിയിലുള്ള സെക്സ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറം ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം ചിന്തിക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ പുറകിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ അങ്ങേയറ്റം സെക്സ് എന്നുള്ള രീതിയിൽ അത്രയും മനോഹരമായിട്ട് ഞങ്ങൾ ഒന്നായി ജീവിച്ചിരുന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഭാര്യയായിരിക്കും. ഭാര്യ എന്നുള്ള പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ നോക്കാൻ സാധിക്കില്ല, ഡിവേഴ്സ് ഉറപ്പായേനെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് അതൊരു ബ്ലെസ്സിങ് ആയി. അതുകൊണ്ട് എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ പൊന്നാങ്ങളയായിട്ടും എൻ്റെ മോനായിട്ടും ആ ഒരു 51 വയസ്സുള്ള വ്യക്തിയെ എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത്
അമ്മയായില്ല എന്നുള്ളത് എൻ്റെ വലിയൊരു ദുഃഖമാണ്. ഇന്നലെ പോലും രാത്രി ഞാൻ പൊട്ടി പൊട്ടി കരയായിരുന്നു സത്യത്തിൽ. കുട്ടികളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ വല്ലാതെ. പക്ഷെ എന്നാലും അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹം സേഫായിട്ട് ഹാപ്പി ആയിട്ട് നല്ലൊരു മോനായിട്ട് എൻ്റെ ഇരിക്കുന്നത്. വിവാഹം എന്നുള്ളത് ഇങ്ങനെയുള്ളവർക്ക് മെഡിസിൻ അല്ല. പലരും ചിന്തിക്കുന്നുണ്ട് വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രോഗം മാറും എന്നുള്ളത്. അത് വെറും വിഡ്ഢിത്തന്നേ ഉള്ളൂ. അല്ലെങ്കിൽ 1-2 കൊടുക്കാനും വിരോധമില്ല അങ്ങനെയുള്ള പാരൻസിനെ. അത് തെറ്റാ. പിന്നെ ഇദ്ദേഹത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് പലരിലും ഒരു വിചാരമുണ്ട് എന്നിലുള്ള കാമം അടങ്ങിയിട്ടില്ല എന്നുള്ളത്. അതും ഞാൻ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. പുറത്തുനിന്നുള്ള സപ്പോർട്ട് അക്കാര്യത്തിൽ വേണ്ട, തരാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി, ഓടി വരാൻ തയ്യാറാണ്. എൻ്റെ ഒരു കോള് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു ബസ്സിലൊരു യാത്ര വേണ്ടി വന്നു എനിക്ക് തനിച്ച്, ചിറ്റൂരിന്ന് എറണാകുളത്തേക്ക്. ഒന്ന് ഉറങ്ങിപ്പോയി. കുതിരാനെത്തിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റിലായിരിക്കണത്. ഇങ്ങനെ ഗ്യാപ്പിൽ ഈ അറ്റം തൊട്ട് അതിൻ്റെ ബസ്സിൻ്റെ മേള് വരെയും വലിയ വലിയ പാറ്റകളും കുഞ്ഞു കുഞ്ഞു പാറ്റകളും. എനിക്ക് പേടിയായി. ഞാൻ വേഗം അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, പൊന്നു മോളെ, നിനക്ക് ലോകത്തിലെ ഏറ്റവും പേടിയുള്ള ഒരൊറ്റ സാധനം പാറ്റയെ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യേ, ഒരു കാരണവശാലും അത് മേത്ത് ചാടിയാൽ ഫ്രണ്ട് സീറ്റിലാണ് നീ ഇരിക്കണത്, പുറത്തേക്ക് ചാടരുത്. ഞാൻ കണ്ടക്ടറെയോ അല്ലെങ്കിൽ ഡ്രൈവറുടെ നമ്പർ ഹബ്ബിൽ വിളിച്ച് അന്വേഷിച്ച് വിവരം കൊടുക്കണമെന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. വിളിക്കാത്ത ദൈവങ്ങളേ ഇല്ല. ആരും എത്തിയപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ വേഗം ദാസേട്ടനെ വിളിച്ചു. ദാസേട്ടാ, ഇങ്ങനൊരു സംഭവമുണ്ട്, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. വീഡിയോ എടുത്തോ, കാണണ്ട, വണ്ടിയുടെ നമ്പർ, വണ്ടിയുടെ പേര്, ഏകദേശം ഡ്രൈവറുടെ മുഖം കാണില്ല, എന്നാലും മിററിൽ കണ്ടാലോ, എന്നാലും വണ്ടിയുടെ നമ്പറും ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്ഥലത്തേക്കാണെന്നുള്ളതും എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. വീഡിയോ എടുത്തിട്ട് മൂപ്പർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു. വൈകുന്നേരം മീഡിയക്കാർ വന്നു എൻ്റെ അടുത്തേക്ക്. അവർ നാട്ടുവാർത്തയിൽ വന്നിരുന്നു, മനോരമയുടെ നാട്ടുവാർത്തയിൽ. അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ നമുക്ക് വിളിക്കേണ്ടി വന്നു. വിളിച്ചു കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ്, ശ്രദ്ധ വേണം, തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വേറൊരാൾ വിളിച്ചു, ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടി. വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ചിറ്റൂർക്ക് കർശനമായ നടപടി കൊടുത്തിട്ടുണ്ട്, കുറച്ച് ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ജോലിയിൽ നിന്ന്, നിങ്ങൾ പറയുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടിക്ക് പോവാം. അത് വേണ്ട, ഒരാളുടെ കഞ്ഞിയിൽ പാറ്റയിടാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പാറ്റ കണ്ടു, പക്ഷെ വേറൊരാളുടെ കഞ്ഞിയിൽ ഞാൻ എന്തായാലും പാറ്റയിടില്ല, അവരെ കുടുംബമല്ലേ, വിട്ടേക്ക് എന്ന് പറഞ്ഞു. അതോടെ ഇത് വിടുകയല്ലേ വേണ്ടു ചർച്ച. രാത്രി കിടക്കുകയാണ്. അന്ന് കറണ്ട് പോയി, നിലത്ത് കിടക്കുക ഞാൻ. അപ്പോൾ വൈബ്രേഷൻ, ഫോൺ സൈലൻറ്റിലല്ല വൈബ്രേറ്ററിൽ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ അടിക്കുക. ഒരു 12:30 ആയപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ എന്തോ അബദ്ധത്തിൽ, സാധാരണ ഉറങ്ങാത്ത ആളാണ്, ഡീപ്പ് സ്ലീപ്പിക്ക് പോയി. പുലർച്ചെ 3 മണി 4 മണിയായപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ, ഗീത, എനിക്ക് കുറച്ച് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് അയച്ചു തരുമോ, എനിക്ക് മാസ്റ്റർബേറ്റ് ചെയ്തിട്ടൊന്ന് കിടന്നുറങ്ങാനാണ്. രാവിലെ ഏകദേശം ഒരു 6, 6:30, 7 ആവട്ടെ. എന്നിട്ട് എന്തായാലും ഒരു ഓഫീസറാണല്ലോ, നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. ഒരു 7 മണിയായപ്പോൾ ഞാൻ വിളിച്ചു. നിങ്ങളെന്താ വിചാരിച്ചു? ഞാൻ ആണോ വിചാരിച്ചോ? വിധവകൾ, മരിച്ചുപോയ ആൾക്കാരുള്ള അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ, പെൺകുട്ടികൾ, അല്ലെങ്കിൽ മാനസിക രോഗം വന്നിട്ടുള്ളവരുടെ ഭാര്യമാർ നിങ്ങളുടെ സൗകര്യത്തിൽ നിന്ന് വരുന്ന നിങ്ങൾ വിചാരിച്ച്? അങ്ങനെയുള്ളവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമായിരിക്കാം, എന്നെ അതിന് കിട്ടില്ല. എനിക്കിപ്പോൾ ഭയം തോന്നുന്നത് എന്താ വെച്ചാൽ, ഇത് മീഡിയയിൽ പറയാൻ എനിക്കൊരു ഭയമുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, നക്ഷത്രം കുറച്ച് കൂടിപ്പോയതുകൊണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒരുപക്ഷെ എൻ്റെ ഹസ്ബൻഡിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാതാക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കണം. നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുന്ന പാവപ്പെട്ട അമ്മമാരോ അല്ലെങ്കിൽ സഹോദരിമാരൊക്കെ എന്ത് ധൈര്യത്തിലാണ് സാറേ നിങ്ങളുടെയൊക്കെ മുന്നിൽ വരിക? ഇനി നിങ്ങളെ ഞാൻ എങ്ങനെ സാറേന്ന് വിളിക്കുക? നിങ്ങൾക്ക് എന്താ ഇനി അതിൻ്റെ ഒരു യോഗ്യത? സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. അത് ഹൈക്കോർട്ടിലുള്ള ഒരാളെ അറിയിച്ചു. അന്ന് രാത്രി ശശിയേട്ടൻ തിരിച്ച് വന്നു കഴിഞ്ഞ ശേഷം ഫോൺ വന്നു എനിക്ക്, ആ വ്യക്തിയുടെ.
എന്നെ നാട്ടുകാരനാണ്, അങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്കൊന്നും പറയാനില്ല സാർ, ജഡ്ജാണെന്ന് ആലോചിക്കണേ. സത്യമാണ്, ഇങ്ങനൊരു സംഭവം നടന്നു, എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, വളരെ മോശമായിട്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. അതുവരെ എൻ്റെ അടുത്ത് കൂട്ടായിരുന്ന ആൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറയണേ, ഞങ്ങളൊരു ഫാമിലി മെമ്പേഴ്സാണ്, അത്രയും ക്ലോസ് ആണ്. ഞാൻ പറഞ്ഞു എന്ത് ക്ലോസ് ആയാലും എന്നോട് പറഞ്ഞത് ഇത് തന്നെയാണ്, എൻ്റെ അപ്പുറം മാറ്റമില്ല. അതോടെ ഈ നിമിഷം വരെ വളരെ കൂട്ടായിരുന്ന ആ മനുഷ്യൻ ഒരു കോണ്ടാക്റ്റും ഇപ്പം ഇല്ല. ഇത് ഞാൻ പറഞ്ഞ കാരണം അയാൾക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്കിക്കൊത്ത ചങ്കരനായിരിക്കും, അയാളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പിന്നെ നാഷണൽ അവാർഡിന് വേണ്ടി 2 തവണ ശ്രമിച്ചു, കിട്ടും എന്ന് തന്നെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ കിട്ടിയെന്നെ. ഇതിനു വേണ്ടി ശ്രമിച്ച വ്യക്തിയുടെ കൂടെ ഞാൻ കിടന്നു കൊടുത്താണെങ്കിൽ ഇന്നിപ്പോൾ ശ്രീഗീത നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടാവും. കിടന്നു കൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്തു. നമ്മൾക്ക് കുറച്ച് കാശ് ചിലവായി, അങ്ങനെയും കുറേ പേര്. ഇത്രയൊക്കെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഞാൻ തന്നെയാണ് എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത്, മറ്റൊരാളിൽ നിന്നല്ല എന്നുള്ളൊരു ബോധവും എനിക്കുണ്ട്. ഇങ്ങനെ നോക്കുന്നവർ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും എൻ്റെ അതേ സാഹചര്യത്തിൽ നോക്കുന്നവരുണ്ടെങ്കിൽ അവരും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഹാപ്പിനെസ് അത് ഒരുപക്ഷെ നമുക്ക് പാട്ട് കേൾക്കലാവാം, ഒന്ന് പാർലറിൽ പോയിട്ട് ഒരു മേക്ക് ഓവർ ചെയ്ത് വരിക, നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക, നമ്മൾ പറയാതെ നമ്മുടെ പ്രശ്നം വേറൊരാളെ അറിയരുത്, നമ്മുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കരുത്, പ്ലസൻ്റായിട്ട് ഇരിക്കുക. അടുത്ത നിമിഷം നമുക്ക് എന്താണെന്നൊന്നും നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പ്രശ്നമുണ്ട് എന്ന് കരുതിയിട്ട് അയ്യോ എനിക്ക് വയ്യ മടുത്തു എന്ന് പറഞ്ഞിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരുമോ? ആരും രക്ഷപ്പെടുത്താൻ വരില്ല. പക്ഷെ വരും 10,000 ഉപദേശമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ. ഉപദേശം ആർക്കെങ്കിലും വേണോ? പിന്നെ പറയാ പോട്ടെ മോളെ സാരില്ല ക്ഷമിക്കേ എന്ന്. പക്ഷെ ഈ പോട്ടെ മോളെ പറയണത് സമ്മതിച്ചു, പ്രായമായവരാണ്, അത് റെസ്പെക്ട് ചെയ്യണു. പോട്ടെ സാരില്ല എന്ന് അതെങ്ങനെയാ പറയാൻ പറ്റുക? ഒരാളുടെ വിഷമം കേട്ടിട്ട് പറയാണ് പോട്ടെ സാരില്ല എന്ന്. എനിക്കത് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യമാണ്. പോട്ടെ സാരില്ല എന്നുള്ള വാക്കിന് എന്താ അത്, അങ്ങനെ എന്തിനാ പറയണത്? ഒന്നുമില്ലെങ്കിൽ ശാന്തമായിട്ട് കേട്ടിരിക്കുക, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ വിളിച്ചോളൂ, ഞങ്ങൾ കൂടെയുണ്ട്, ഇത്രയും പറയണ്ടു. ഈ പോട്ടെ സാരില്ല എന്ന് പറയണത് ഒരിക്കലും ഒരു പേഷ്യന്റിനെ കാണാൻ പോകുമ്പോഴും ഒരു വ്യക്തികളുടെ ഒരു ആപത്തിലും പറയാൻ പാടാത്തൊരു വാക്കാണ് പോട്ടെ സാരില്ല എന്ന്. ഇത്രയൊക്കെ മറികടന്നിട്ടും ഈ മനുഷ്യനെ ഈ മകനായി കണ്ടുകൊണ്ട് സ്നേഹിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു ഭയങ്കര സല്യൂട്ട് വേണ്ട സംഗതിയാണ്. ഒരുപക്ഷെ ശ്രീഗീതയെ വീണ്ടും ഞാൻ കണ്ടതും അതുകൊണ്ടായിരിക്കും. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ നന്ദിയുണ്ട്. താങ്ക് യു.